Hi all, welcome back to our channel again. Good morning. അപ്പോൾ രാവിലെ എണീറ്റ പാടെ തന്നെ ഒച്ചപ്പാടൊക്കെ കേട്ടതുകൊണ്ട് വെറുതെ ഒന്ന് മുറ്റത്തെയും വളപ്പിലെല്ലാം ഒന്ന് നടക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ കണ്ട കാഴ്ചകളൊക്കെ ഒന്ന് കവർ ചെയ്യാമെന്ന് വിചാരിച്ചു. മുന്നേ എല്ലാം ഞാൻ ഗ്രാറ്റിറ്റ്യൂഡ് വോക്കെന്ന് പറഞ്ഞിട്ട് നടക്കാറുണ്ടായിരുന്നു. ഇതാണ് നമ്മുടെ ചങ്ങായി തങ്കപ്പൻ. ഇതിൻ്റെ ഒരു ഫ്രണ്ടും കൂടി ഉണ്ടായിരുന്നു, പൊന്നപ്പൻ. അതിനിപ്പോൾ കാണാനില്ല. ഡിസംബർ എല്ലാം കഴിഞ്ഞിട്ടുണ്ടെങ്കിലും തണുപ്പിനൊന്നും ഒരു കുറവില്ല കേട്ടോ. രാവിലെ തന്നെ നല്ല തണുപ്പുണ്ടായിരുന്നു. അപ്പോൾ രാവിലത്തെ പാചകത്തിൽ നമ്മൾ നല്ല ബ്രൂ കോഫി തന്നെ ആക്കിയിട്ടുണ്ട്. രാവിലെ കോഫി കുടിച്ചിട്ട് തുടങ്ങാമെന്ന് വിചാരിച്ചു. വീട്ടിൽ പിന്നെ അടുക്കള പണിയെല്ലാം രാവിലെ തന്നെ ഫിനിഷ് ചെയ്യും. അതുകൊണ്ട് ചോറ് ഇവിടെ റെഡി ആവുന്നുണ്ട്. ടിഫിനായിട്ട് ഉണ്ടായിരുന്നത് ഗോതമ്പ് ഉള്ളിയെല്ലാം ഇട്ടിട്ടുണ്ടാകുന്ന ഒരു ഒറോട്ടിയാണ്. നമ്മുടെ നാട്ടിൽ ഇതിന് ഒറോട്ടി എന്നാണ് പറയുക. മീനൊന്നും ഇല്ലാത്ത ദിവസം നമ്മൾ ചെയ്യുന്ന ഒരു പരിപാടിയാണ്. സോയേൻ്റെ ചങ്ക്സ് ഉപ്പും മുളകും മഞ്ഞളും ഒക്കെ ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് സോട്ട് ചെയ്തെടുത്തിട്ട് ഡീപ് ഫ്രൈ അല്ല, ഷാലോ ഫ്രൈ ചെയ്യുന്ന പോലെ. പിന്നെ ഇന്നൊരു സ്പെഷ്യൽ വറവാണ്. കോട്ടപ്പയറും മുരിങ്ങയിലെല്ലാം ഇട്ടിട്ടുള്ള ഒരു വറവ്. പയർ ആദ്യം വേവിക്കണം. പയർ വെന്ത് ഒരു പകുതി ആയി കഴിയുമ്പോൾ മാത്രം മുരിങ്ങയില നുള്ളിയത് അതിലൊക്കെ ഇട്ടിട്ട് ഒന്ന് ഇളക്കുക. അടിപൊളി ടേസ്റ്റാണ്. അതുപോലെ അയൺ റിച്ച് എന്നൊക്കെ പറഞ്ഞാലും നമ്മൾ അയൺ ടാബ്ലറ്റ്സ് ഒന്നും കഴിക്കേണ്ട ആവശ്യമില്ല. ഇങ്ങനെയുള്ള ഇലയെല്ലാം കഴിച്ചാൽ മതിയാവും. സൂപ്പർ ടേസ്റ്റുമാണ് കേട്ടോ. നല്ല തേങ്ങയെല്ലാം ഇട്ട് വെളുത്തുള്ളിയെല്ലാം ചായച്ചിട്ടാൽ ചോറിൻ്റെ കൂടെ കഴിക്കാനും രാവിലെയും ഞാനിത് ടിഫിൻ്റെ കൂടെയൊക്കെ കഴിക്കാറുണ്ട്. അപ്പോൾ അതാണ് ഇന്നത്തെ സ്പെഷ്യൽ വറവ്. അല്ലെ തോരനോ പൊരിയലിനോ ഉപ്പേരിന്നോ എന്ത് വേണമെങ്കിലും പറയാം. ഇന്നത്തെ കറി ആയിട്ടുണ്ടായിരുന്നത് കായും അതുപോലെ തക്കാളിയെല്ലാം ഇട്ടിട്ട് തേങ്ങ അരച്ചിട്ട് വെക്കുന്ന ഒരു കറിയുണ്ട്. ഇത് കൂട്ടുമ്പോൾ എനിക്ക് മീൻകറിൻ്റെ ഒരു ഫീലാണ് വരാറ്. ഇത് എണ്ണ ഇളക്കുന്ന സാധനം രാവിലത്തെ ഒറോട്ടിക്കുള്ള കറി കേട്ടോ. ഉള്ളിയും തക്കാളിയും സോയ ചങ്ക്സ് ഒക്കെ ഇട്ടിട്ടുള്ള ഒരു ചെറിയ തട്ടിക്കൂട്ട് മസാലക്കറിയാണെന്ന് ചോദിച്ചാൽ ഇതൊരു സോയ ഫ്രൈ പോലെയുള്ളത്. പക്ഷെ എന്നാലും അത്യാവശ്യം ഡ്രൈ ആയിട്ടുള്ള ഗ്രേവിയുണ്ട്. ഈ ഒറോട്ടിക്ക് കൂട്ടാനായിട്ട് വേറെ ഒരു കറിയും കൂടി ആക്കിയിട്ടുണ്ടായേ. ഉരുളക്കിഴങ്ങും തക്കാളി ഉള്ളിയെല്ലാം ഇട്ടിട്ട് ക്യാപ്സിക്കം ഇട്ടിട്ടുള്ള ഒരു കറി. അതിൽ തേങ്ങാപ്പാലെല്ലാം ഒഴിച്ച് കുറച്ച് നല്ല സ്പൈസി കുറച്ച് ആക്കിയതാണ്. പക്ഷെ കാണാൻ വീഡിയോയിൽ നല്ല ഡാർക്ക് കളറായിട്ടുണ്ടെങ്കിലും വലിയ എരിവൊന്നും ഇല്ല കേട്ടോ. അപ്പം ഇതും കൂടി ആക്കി കറിയായിട്ട് കാണാൻ നല്ല ഭീകരനെ പോലെയുള്ള കറിയാണെങ്കിലും വലിയ എരിവൊന്നും ഇല്ലാണ്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയായിരുന്നു. അപ്പോൾ ഇത്രയ്ക്ക് സാധനങ്ങളാണ് നമ്മൾ ഇന്നത്തെ മെനുവിലുണ്ടായിരുന്നത്. അപ്പോൾ പിന്നെ നമ്മൾ ലഞ്ച് പാക്ക് ചെയ്തു. അപ്പോൾ ഇത്രയ്ക്കുള്ളൂ വിശേഷം. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. നിങ്ങൾ പലരും എൻ്റെ വീഡിയോസ് കാണുന്നുണ്ട്, പക്ഷെ ആരും ലൈക്ക് ചെയ്യുന്നില്ല. നിങ്ങളെല്ലാവരും ലൈക്കും സപ്പോർട്ടും സബ്സ്ക്രിപ്ഷനും ഒക്കെ ഉണ്ടെങ്കിൽ മാത്രമേ എൻ്റെ ഈ ചാനൽ നന്നായിട്ട് മുന്നോട്ട് പോകുള്ളൂ. അപ്പം ഇത്രയൊക്കെയുള്ളൂ. വീണ്ടും കാണാം. ബൈ.